ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ അവാർഡ് ദാന ചടങ്ങ് വന്നെത്തിയിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടെ എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്നത് നിത്യ തന്നെയായിരുന്നു. നിത്യയുടെ സന്തോഷം കണ്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതേസമയം ഈ വാർത്ത അറിഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും ഫംഗ്ഷന് ശേഷം ഇത് ഒരു ആഘോഷമാക്കി തന്നെ മാറ്റണമെന്ന് രഘു പറയുമ്പോൾ നമുക്ക് പുറത്തെവിടെയെങ്കിലും കുടുംബമായിട്ട് കറങ്ങാൻ പോകാമെന്ന് സുജാതയും പറയുന്നു. ഇതിനോട് എല്ലാവരും സമ്മതം മൂളുമ്പോൾ പോകേണ്ട സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് കല്യാണിയും പറയുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് തനിക്ക് എന്തെങ്കിലും അവസരം കിട്ടുമോ എന്നറിയാൻ വേണ്ടി തനിക്കറിയാവുന്ന ഓരോരുത്തരായി വിളിച്ചുകൊണ്ടിരിക്കുന്ന വീണയാണ്. അങ്ങനെ ഒരു ക്യാമറമാനെ വിളിക്കുമ്പോൾ അയാൾ പറയുകയാണ്, മേഡം ഒരു ഷോ ഉണ്ട്, മേഡത്തിന് അത് ആങ്കർ ചെയ്യാൻ സാധിക്കുമോ? എന്ത് ഷോ ആണെന്ന് വീണ ചോദിക്കുമ്പോൾ അത് പിന്നെ ഹരി എന്ന് പറയുന്ന ഒരാൾക്ക് അവാർഡ് കിട്ടുന്ന ഫംഗ്ഷൻ ആണെന്നും മേഡത്തിന് വരാൻ പറ്റുമോ എന്നും അയാൾ ചോദിക്കുകയാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുന്ന വീണയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരിയെയും നിത്യയുമാണ്. അവാർഡ് ദാന ചടങ്ങിന് പോകുന്നതിന് മുമ്പായി തന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരികയാണ് നിത്യ. ഹരിയെ കാണുന്ന നിത്യ ഓടി ചെല്ലുകയും ഹരിയുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് വീണ ആ ഷോ ആങ്കർ ചെയ്യാൻ പോകാൻ തീരുമാനിക്കുന്നതാണ്. എത്ര വലിയ എഴുത്തുകാരനാണെങ്കിലും ഹരി ഇന്ന് ആ വേദിയിൽ നിന്ന് നാണം കെട്ടു പോകുന്നത് ഞാൻ കാണിച്ചു തരാം എന്ന് പറയുകയാണ് വീണ. പിന്നീട് കാണിക്കുന്നത് അവാർഡ് ദാന ചടങ്ങാണ്. അങ്ങനെ വീണ ഹരിയെ നാണം കെടുത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വേദിയിലേക്ക് കയറി ചെല്ലുകയാണ് നിത്യ. നിത്യയാണ് ഈ അവാർഡ് കിട്ടാൻ തനിക്ക് കാരണമായതെന്ന് ഹരി വേദിയിൽ പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് നിത്യ പറയുകയാണ്, ഇപ്പോഴും ഹരിയുടെ മനസ്സിൽ തങ്ങിക്കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിത്യ തന്റെ ആരാണെന്ന്. ഇത് കേൾക്കുന്ന ഹരി ആകാംക്ഷയോടെ നിത്യയെ നോക്കുകയാണ്. ഹരി എന്ന പുരുഷന്റെ സ്വന്തമാണ് ഈ നിത്യ. ഇത് കേൾക്കുന്ന ഹരി സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നിത്യയെ നോക്കുമ്പോൾ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വീണ. എന്നാൽ സന്തോഷത്തോടെ സുജാത ഹരിയെ നിത്യയെ മാറി മാറി നോക്കുന്നു. പ്രണയത്തിന്റെ കവിതകൾ എഴുതുന്ന ഈ കവിയെ, എൻ്റെ ഹരിയെ ഞാൻ എൻ്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കുന്നെന്ന് നിത്യ പറയുമ്പോൾ ഇത് കേൾക്കുന്ന അമ്മാവൻ നിറകണ്ണുകളോടെ നിത്യയെ ഹരിയെയും നോക്കുകയാണ്. ഹരിയോടൊപ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ ഇനി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഹരിയുടെ കയ്യിലേക്ക് ഒരു റോസാപ്പൂ നൽകുകയാണ് നിത്യ. സന്തോഷത്തോടെ പരസ്പരം നോക്കുന്ന ഹരിയെയും നിത്യയും അതേ സന്തോഷത്തോടെ നോക്കുന്ന വീട്ടുകാരെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.